UDF തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് എത്തില്ല. രാഹുലിന് പകരം മല്ലികാർജ്ജുൻ ഖാർഗെ പരിപാടിയിൽ പങ്കെടുക്കും. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തത്? മോത്തി, മഹാറാലിക്ക് ആവേശം പകരാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് എത്തില്ല എന്നുള്ളതാണ് അറിയുന്നത്. AICC വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ സോണിയാഗാന്ധിയെ അനാരോഗ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അപ്പോൾ അതുമൂലമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര റദ്ദാക്കിയതെന്നാണ് AICC വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് പകരം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുമെന്നുള്ളതും പറയുന്നുണ്ട്. ഈ ആവേശം ചോരാതിരിക്കാനാണ് അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തുന്നത്. ഇന്ന് 4:30 കൂടിയായിരുന്നു പരിപാടി തുടങ്ങേണ്ടിയിരുന്നത്. പരിപാടി ആരംഭിക്കാൻ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മണിയോടുകൂടെ രാഹുൽ ഗാന്ധി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് പറഞ്ഞത്. ഏതായാലും 3 മണിയോടുകൂടെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുമെന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ അത് UDFന്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പരിപാടിയുടെ ഒരു തുടക്കം എന്നുള്ള വണ്ണമാണ് നിശ്ചയിച്ചിരുന്നത്. മഹാറാലിയായി എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നതും. വയനാട്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് തുടങ്ങി ജില്ലകളിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും പങ്കെടുക്കുന്ന വലിയൊരു മഹാറാലിയായിട്ടായിരുന്നു അത് നിശ്ചയിച്ചിരുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ നിരവധി നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെ പരിപാടിയിൽ പങ്കെടുക്കും. ഏതായാലും ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. കോഴിക്കോട് ബീച്ചിലാണ് പരിപാടി നടക്കുന്നത്. ഏതായാലും വലിയ ശക്തി കോഴിക്കോട് ബീച്ചിലാണ് UDFന്റെ മഹാറാലി നടക്കുന്നത്. അതിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാനിരുന്നത്. പക്ഷേ സോണിയാഗാന്ധിയുടെ അനാരോഗ്യം സംബന്ധിച്ച വാർത്ത നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരിക്കണം രാഹുൽ ഗാന്ധിക്ക് എത്താൻ കഴിയാത്തത് എന്നാണ് കരുതുന്നത്. പകരം മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നേരിട്ട് ചടങ്ങിൽ എത്തുകയാണ്.